السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم ومن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. قال اخرج منها مذموما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യനെ ഏതു വിധേനയും നരകത്തിലെത്തിക്കണം എന്നതാണ് നമ്മുടെ ജന്മശത്രുവായ പിശാചിൻ്റെ ഉത്തരവാദിത്വം. വിശ്വാസി എന്നുള്ള നിലക്ക് പിശാചിനെ തോൽപ്പിക്കാനുള്ള കഴിവ്, പിശാചിൻ്റെ ഏത് കുതന്ത്രങ്ങളെയും തോൽപ്പിക്കുവാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. നരകത്തിലെത്തിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യത ആവാൻ ഒരു കാരണമുണ്ട്. മനുഷ്യ ജന്മം ഉടലെടുത്തത് സ്വർഗത്തിലായിരുന്നു. ആദം നബിയും ഹവ്വാ ബീവിയും ഒക്കെ സ്വർഗത്തിലായിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് പിശാചും ഉണ്ടായത്. നമുക്കറിയാം, പിശാചിനെയും ആദം നബിയെയും ഒക്കെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കാനുണ്ടായ കാരണം. അള്ളാഹു മനുഷ്യനോട് പറഞ്ഞു, ലാ തഖ്റബ ഹാദി ഷറ, സ്വർഗത്തിലെ എല്ലാ കനികളും സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ഒരൊറ്റ കനി, ആ കനി നിങ്ങൾ ഭക്ഷിക്കരുത്. ലാ തഖ്റബ ഹാദി ഷറ, ഈ മരം കൊള്ള നിങ്ങൾ അടുക്കരുത്. അങ്ങനെ അടുത്താൽ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളായിത്തീരും എന്ന് അള്ളാഹു ആദം നബിക്ക് ഒരൊറ്റ കൽപ്പന. ആ ഒരൊറ്റ കൽപ്പന മനുഷ്യൻ്റെ ജന്മശത്രുവായ പിശാച് ആദം നബിയോട് പറഞ്ഞു, ഈ ഫലം ഭക്ഷിച്ചാൽ മുൽക്കിൻ ലാ യുബ്ല, ഒരിക്കലും നശിച്ചു പോകാത്ത രാജാധികാരം അള്ളാഹുവിന് നിങ്ങൾക്ക് നൽകേണ്ടി വരും, അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഫഅസല്ലഹുമ ശൈത്താൻ, പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും വഴിപഴപ്പിച്ചു. അസല്ലഹുമ ശൈത്താൻ ഫഅഖ്റജ, അങ്ങനെ രണ്ടാളി പുറത്താക്കി. അങ്ങനെ പുറത്താക്കുമ്പോൾ അള്ളാഹു പിശാചിനോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ പുരോഗമിക്കുകയാണെങ്കിൽ മലക്കുകളെക്കാൾ പുരോഗമിക്കുവാനുള്ള കഴിവും ഒരുപാട് അറിവും
സ്വന്തമായി നേടിയെടുക്കാനുള്ള കഴിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മലക്കുകൾക്കാവട്ടെ എന്താണോ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അതല്ലാത്തൊരു അറിവുണ്ടാവില്ല. അത് മലക്കുകൾ തന്നെ റബ്ബിനോട് പറയുന്നുണ്ട്, സുബ്ഹാനക ലാ ഇൽമലന ഇല്ലാമാ അല്ലംതന, നീ പഠിപ്പിച്ചു തന്നല്ലാത്തൊരറിവും ഞങ്ങൾക്കില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അറിവിൽ നിന്ന് വളർത്തിയെടുക്കാനുള്ള കഴിവ് മനുഷ്യൻക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതായത് പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിലൂടെ വസ്തുതകൾ കണ്ടെത്താനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അർ-റഹ്മാൻ, കാരുണ്യകനായ അള്ളാഹു, ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലമഹുൽ ബയാൻ, ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു. അപ്പോൾ ആ കഴിവ് അള്ളാഹു മനുഷ്യർക്ക് കൊടുത്തതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ സുജൂദ് ചെയ്യണം. ഇബ്ലീസിനോട് അടക്കം മലക്കുകളോടക്കം പറഞ്ഞു. മനുഷ്യൻ ഉയർന്നവനാണ്, വളർന്നവനാണ്, അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് പിശാചിനോട് പറഞ്ഞു. ആ പിശാച് ആ സമയത്ത് പറഞ്ഞത്, എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്, ഈ ചളിയിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയോ. അതാണ് ആദ്യത്തെ അഹങ്കാരം. ഇന്നും മനുഷ്യപുത്രന്മാർക്ക് ആ പിശാചിന്റെ അഹങ്കാരം പലരിലുമുണ്ട്, ഇല്ലേ? ഞാൻ ഓളുടെ അടുത്തിരിക്കുകയോ, ഞാൻ ഓലുള്ളടത്ത് പോവുകയോ, ഓല് നമ്മളെക്കാൾ താന്നോലല്ലേ, അങ്ങനെ തോന്നല്ലേ നമ്മളെ ഉള്ളിൽ? അത് പിശാചിൻ്റെതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വിഷയം അതായിരുന്നു. പിശാചിന്റെ കെണിയിൽ ഒരു കെണിയാണ് എന്ത്? ഇപ്പോൾ ഒന്നും മരിക്കില്ല, തൂലുല്ലമൽ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത്, അല്ലേ? ഒരുപാട് മോഹം, ഒരുപാട് കാലം ഇനിയും നീ ജീവിക്കും, തൗബ ചെയ്യാൻ സമയമായിട്ടില്ല, മരണത്തിലേക്ക് നീ അടുത്തിട്ടില്ല, നീ നല്ല ആരോഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രചോദിപ്പിക്കും. അതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ പിശാച് ഇങ്ങനെ നമ്മളെ വഴിവേൽപ്പിക്കാണ്ടായ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിശാചിനെ തോൽപ്പിക്കാനുള്ള കഴിവ് വിശ്വാസിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് തഖ്വയാണ്, മറ്റൊന്ന് ദിക്റുകളാണ്, മറ്റൊന്ന് ദുആകളാണ്. ഇത് നാലും ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരിക്കലും പിശാചിനെ നമ്മളെ വഴിവേൽപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും, ഒരു വിഷയത്തിലും. ഒന്ന് ഈമാനാണ്, ഒന്ന് തഖ്വയാണ്, മറ്റൊന്ന് നമുക്കൊരറിവുണ്ടാവണം പിശാചിനെ പറ്റി. പിശാചിന് എന്തെല്ലാം കഴിവുകളുണ്ട്, അവൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ സമീപിക്കുക എന്നൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. അതും അല്ലാഹു നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്റാഫിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. പിശാചിനോട് അള്ളാഹു പറഞ്ഞപ്പം, സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പം, ഞാൻ സുജൂദ് ചെയ്യൂല. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വ ഖലഖ്തഹു മിൻ തീൻ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചളിയിൽ നിന്നാണ്. ചളിയാൽ സൃഷ്ടിക്കപ്പെട്ട, മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ അതിനേക്കാൾ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യില്ല. സുജൂദ് ചെയ്യുന്ന വിനയത്തിൻ്റെതായ സുജൂദ് ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ അനുവദിച്ചില്ല. അങ്ങനെ അള്ളാഹു ആ പിശാചിനെ അള്ളാഹു ശപിച്ചു. അതോടൊപ്പം അള്ളാഹു അവന് എല്ലാ റഹ്മത്തിൽ നിന്നും, എല്ലാ കാരുണ്യത്തിൽ നിന്നും അള്ളാഹു പിശാചിനെ അകറ്റി. ആ സമയത്ത് പിശാച് അള്ളാഹിനോട് ഒരാവശ്യം ഉന്നയിച്ചു. ഖാല ഫബിമാ അഗ്വൈതനി, അള്ളാഹുവേ നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ ഇനി എനിക്കൊരു വഴിയുമില്ല, നിന്റെ സ്വർഗത്തിലെത്താൻ പിശാചിന് ഇനി ഒരു വഴിയുമില്ല, അന്നലക്ക് നീ എന്നെ വഴിപിഴപ്പിച്ചു. അതുകൊണ്ട് ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ ചൊവ്വായ മാർഗത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഞാൻ വിഘാതം സൃഷ്ടിച്ചിരിക്കും. ഒരു നിസ്കരിക്കാൻ പോകുന്ന ആളുകളെ ഏത് തരത്തിലാണ് പോകുന്നത്? ഇഖ്ലാസ് ഇല്ലേ? ഓൾക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഞാൻ ഓലെ വിട്ടേക്കും, ഒരു പള്ളിയിൽ പോയിക്കോട്ടേക്കും. ഓൾക്ക് ഇഖ്ലാസ് ഉണ്ടോ എങ്കിൽ ഞാൻ ആ നിലക്ക് വിഘാതം സൃഷ്ടിക്കും. നിനക്ക് എന്തെല്ലാം പണിയുണ്ട്? ഇപ്പൊ പള്ളിയിൽ പോയാൽ നിനക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും? ബാങ്കിൽ പോണ്ടേ, പണടക്കാനില്ലേ? പിന്നെ ചെയ്യേണ്ട എല്ലാ പണിയും പിശാച് നമ്മളെ മുമ്പിൽ വെക്കും. അപ്പൊ നമ്മൾ നിസ്കാരം എന്തായി? വലിയ മുത്തഖീങ്ങളാ, കറക്റ്റ് ടൈമിന് ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് വന്ന അതാണ് പിശാച് പറയുന്നത്. ലഅഖൂദന്ന, ഞാൻ വിഘാതമായിരിക്കും. എവിടെ? സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ വഴിയിൽ ജീവിക്കുന്ന ആളുകളെ അവർക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കും. ഇരുത്തം കൊണ്ട് അവരെ കിട്ടുന്നില്ലെങ്കിൽ സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗത്തുകൂടെ ഞാൻ അവരെ സമീപിക്കും. നല്ല നല്ല ഭംഗി വാക്കുകൾ പറഞ്ഞ് അവരെ എല്ലാ തമ്മാടിത്തത്തിലും തോന്നിവാസങ്ങളിലും ഞാൻ പെടുത്തും.
അതാ മുൻഭാഗത്തൂടെ വരും. എന്നിട്ട് മുൻഭാഗത്തൂടെ മനുഷ്യനെ സമീപിച്ചിട്ട് മനുഷ്യന് പിശാചിലേക്ക് നടക്കുന്നില്ലെങ്കിൽ ചിലര് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് എന്നെ ആട്ടും. അങ്ങനെ വന്നാൽ ഓമിൻ ഖൽഫിയും, ഞാൻ അവിടെ പിൻഭാഗത്തൂടെ പോകും. മുൻഭാഗത്തൂടെ പോയി നോക്കും, കിട്ടിയില്ലെങ്കിൽ പിൻഭാഗത്തൂടെ പോകും. എന്നിട്ടോ വാൻ ഐമാനിയും, പിൻഭാഗത്തിന് കിട്ടില്ലെങ്കിൽ വലതുഭാഗത്തോടെ സമീപിക്കും. വാൻ ഷമായിലിയും, വലതുഭാഗം കിട്ടിയില്ലെങ്കിൽ ഇടതുഭാഗം സമീപിക്കും. അങ്ങനെ നാനാഭാഗവും മനുഷ്യന്റെ എല്ലാ ഭാഗത്തുകൂടെയും ഞാൻ സഞ്ചരിക്കും. അവന്റെ രക്തം ഒഴുകുന്ന എല്ലാ വഴിയിലൂടെയും ഞാൻ അവനെ സമീപിക്കും. എന്നിട്ട് പറയാണ് വലാ തജിദു അക്സറുഹും ഷാകിരീൻ, മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹുവെ നിനക്ക് നന്ദി കാണിക്കുന്നവരായി നീ കാണൂല. ആ നിലക്ക് ഞാൻ ഓലാക്കും. അപ്പൊ അള്ളാഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? കാല ഇഖ്റുജ് മിൻഹ, പോയിക്കോളൂ, സ്വർഗത്തിന് പുറത്തു പോകണം. മദ്മൂമൻ മദ്ഹൂറ, അപമാനിക്കപ്പെട്ടവനും എല്ലാ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെട്ടവനുമായി പുറത്തേക്ക് പോകാൻ പറഞ്ഞു. എന്ത് പറഞ്ഞത്? ലമൻ തബിയക്ക മിൻഹും, ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത്, ഭൂമിയിൽ നീ ജീവിക്കുമ്പോഴേ നിന്റെ താല്പര്യങ്ങൾക്ക് ഒത്ത് ജീവിക്കുന്നവരാരോ അവരെ ഞാൻ എന്ത് ചെയ്യും? അംല അന്ന ജഹന്നമ മിൻകും അജ്മഈൻ, അവരിലെല്ലാ ആളുകളെയും ഞാൻ നരകം കൊണ്ട് നിറക്കും. അല്ല പറയാം, നിന്നെ പിൻപറ്റുന്നവരാരോ അവര് ഞാൻ നരകം കൊണ്ട് നിറക്കും. ആരാ പിൻപറ്റുന്നവര്? എത്ര പറഞ്ഞാലും കാര്യം മനസ്സിലാക്കാത്തവർ. അതാണ് പിശാചിനെ പിൻപറ്റുന്നത്. എന്തെല്ലാം ഉപദേശം കേട്ടാലും നന്മയിലേക്ക് വരാൻ കഴിയില്ല, അവർക്ക് തടസ്സ. എന്താ കാരണം? ആ മനുഷ്യന്റെ നേരെ പിശാച് വികാരമായി ഇരിക്കുന്നു. ഇരുന്നിട്ട് കിട്ടാത്തതുകൊണ്ട് വലതുഭാഗത്തൂടെ വരുന്നു, വലതുഭാഗത്തൂടെ കിട്ടാത്ത വരുമ്പോൾ ഇടതുഭാഗത്തൂടെ വരുന്നു, മുൻഭാഗത്തൂടെ വരുന്നു, പിൻഭാഗത്തൂടെ വരുന്നു. ഏതെങ്കിലും ഒരു വഴിക്ക് ഞാൻ അവനെ എന്റെ വഴിയിലേക്ക് ചേർത്തു. ഇതോന്റെ വാഗ്ദത്ത. അപ്പൊ അവന്റെ ആ വാഗ്ദത്തത്തെ മറികടക്കാനുള്ള കഴിവാണ് ഒന്ന് ഈമാൻ, മറ്റൊന്ന് തഖ്വ, മൂന്നാമത്തതാണ് ദിക്റുകൾ. ദിക്റുകൾ പറഞ്ഞാൽ നിസ്കരിച്ചൊക്കെ നമ്മൾ ദിക്റില്ലേ, ആ ദിക്റൊക്കെ പിശാചിനെ അകറ്റാനുള്ള. അങ്ങനെ നിരന്തരമായി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ദിക്റുകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പിശാചിന് വരാൻ കഴിയില്ല. അത് ഇപ്പം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുകൂടി കേട്ടോളൂ നിങ്ങൾ. അതിനൊരു തെളിവായിട്ട് റസൂലുള്ള പറയാം, ഈ പിശാച് പറയുമത്രേ, എന്ത്? നിങ്ങൾക്കൊരിക്കലും, നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുമല്ലോ, അപ്പം നമ്മൾ പ്രാർത്ഥന നടത്തില്ലേ മുസ്ലിങ്ങൾ? നമ്മളെ വീട്ടിൽ പ്രവേശിക്കുമ്പം റസൂലുള്ള പറഞ്ഞില്ലേ, ഇദാ ദഖല റജുലു ബൈതഹു, ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഫദക്കറല്ലാഹു തആല, അല്ലാഹു തആലയെ അവനെന്ത് ചെയ്തു? ദിക്ർ ചെയ്തു. എന്താ ദിക്ർ? വീട്ടിൽ കയറുമ്പോഴുള്ള ദിക്ർ എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിദ്, അല്ലേ? പറയില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിദ്, അല്ലാഹുവേ ഉത്തമമായൊരു പ്രവേശന സ്ഥലം എൻ്റെ വീട് നീ ഉത്തമ പ്രവേശനം ആക്കി തരണം. വ ഖൈറൽ മഖ്റജ്, ഉത്തമമായ പുറപ്പെടുന്ന സ്ഥലവും. ബിസ്മില്ലാഹി വലജ്ന, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ദാ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വഅലല്ലാഹി റബ്ബിന തവക്കൽന, ഞങ്ങൾ രക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങൾ ഭാരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ കയറേണ്ടത്. ആര് കയറി? മുസ്ലിങ്ങൾ കയറാറില്ല, ഉണ്ടോ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിസ്മില്ലാഹി റഹ്മാൻ ഒരു ദിക്ർ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ ആ ദിക്ർ ഉണ്ടാവില്ല, ഉണ്ടോ? ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ ബിസ്മില്ലാതെ മുന്നിലിരിക്കണമെന്ന് തോന്നണ്ട, ഞാൻ മുസ്ലിമാണെന്ന് തോന്നണ്ട. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. അങ്ങനെ ചെയ്താൽ എന്താ റസൂലുള്ള പറഞ്ഞാലോ? ഇദാ ദഖല റജുലു ബൈതഹു, ഒരു മനുഷ്യൻ ദിക്റോടുകൂടി തന്റെ വീട്ടിൽ പ്രവേശിച്ചു. ഇന്ദ ദുഖൂലി, വീട്ടിൽ പ്രവേശിക്കുമ്പം വതആമി, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ദിക്റോടുകൂടി ചെയ്താൽ ഖാല ശൈത്താൻ, അവന്റെ കൂടെയുള്ള ശൈത്താൻ പറയും, ലി അസ്ഹാബി, ആ പിശാചിന്റെ കുറെ അനുയായികളുണ്ട്, ഓന്റെ കുറെ ശിഷ്യന്മാര്. ഒരു പിശാചല്ല, മൂത്ത പിശാചും കുറെ കുട്ടി പിശാചുക്കളുണ്ട്. ആ കുട്ടി പിശാചുകളോട് വലിയ പിശാച് പറയും, ലാ മബീത്തലക്കും, ദാ ഇവൻ അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാണ് കയറിയുള്ളത്. അതുകൊണ്ട് ലാ മബീത്തലക്കും, നിങ്ങൾക്ക് ഇന്നിവിടെ രാപ്പാർക്കാൻ അവസരമില്ല. ഞാൻ വീട്ടിൽ കഴിയില്ല. ലാ മബീത്തലക്കും, പിന്നെ വല ആശാ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണമില്ല. ആർക്ക്? പിശാചിനും പിശാചിന്റെ കുട്ടിക്കൂട്ടങ്ങൾക്കൊന്നും ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ രാപ്പാർക്കാനുള്ള അവസരമില്ല. എന്താ കാരണം? നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിച്ചത്. ആരാ ചെയ്തത്? അതുകൊണ്ട് തന്നെ സദാസമയവും ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ മുഴുവൻ പിശാച. അവനാണ് ചിന്തിപ്പിക്കുന്നത്, അവനാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ കണ്ടില്ല ഞങ്ങൾ കുറെ പെണ്ണുങ്ങൾ നിന്ന് തുള്ളുന്നത് സുബഹിക്ക് ശേഷം ആരോഗ്യം ഉണ്ടാക്കാൻ? കണ്ടുവിടാം.
കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓലും പറഞ്ഞിട്ടോരാ, ഓല് അങ്ങനെ പിശാചി വരിക, ഓരോ നിലക്കാ വരിക. വലതു ഭാഗത്തോടെ വന്നു നോക്കും, ഇടതു ഭാഗത്തോടെ വന്നു നോക്കും, ഓടുന്നും കിട്ടുന്നില്ലെങ്കിൽ പിൻഭാഗത്തോടെ വന്നു നോക്കും. അങ്ങനെ വന്നു നോക്കി കൊടുക്കുക. എന്തെല്ലാം ചെയ്യുക? അവനവന്റെ വീട്ടിൽ തന്നെ ചെയ്താൽ പോരെ, നടന്നാൽ പോരെ? ആരോഗ്യം കിട്ടണമെങ്കിൽ തുള്ളിച്ചാടുക. അതിനൊരു മാഷും കുറെ പെണ്ണുങ്ങളും. എത്ര പള്ളിയിൽ എത്ര പെണ്ണുങ്ങളുണ്ടോ നിങ്ങൾ നോക്കേണ്ടി. എന്നിട്ട് അത് യൂട്യൂബിലിട്ട് വൈറലാക്കുക. അപ്പോൾ കുറെ പെണ്ണുങ്ങളെ പിന്നെയും കിട്ടുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പിൻഭാഗത്തോട്ട് വന്ന് നോക്കും, മുന്നോട്ട് വന്ന് നോക്കും, ബാക്കിൽ കൂടെ വന്ന് നോക്കും, എങ്ങനെയാ കിട്ടുക നോക്കും. ഇനി ഞാൻ ഇതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വന്നാൽ കേട്ടോ, നിങ്ങളെ പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ തുള്ളുണ്ടാവും. ഏത് അപ്പൊ തുള്ളണോലെന്ത് വരുന്ന അറിയോ? ഇയാൾക്കൊരു വിഷയം കിട്ടിയെന്ന് ഇന്ന് നമ്മളെ ആരെ? ഞാൻ നിങ്ങളെ നേരല്ല, നിങ്ങൾ പിശാചിന്റെ പ്രതിനിധികളായി ജീവിക്കുകയാണ്. ആരോഗ്യം കിട്ടാൻ വേണ്ടിയേ സുബഹിസ്കരിച്ച് ചെയ്യേണ്ട ലുഹാനിസ്കാരത്തിന് പോലും ടൈമില്ല, ലുഹാനിസ്കരിക്കില്ല, തുള്ളുക. ഓരോരോ പെണ്ണുങ്ങളെ ആരോഗ്യം കിട്ടും എന്തിനാ? ഇവിടെ ജീവിക്കാൻ, മരിക്കാണ്ടൊക്കെ കഴിയോ? അപ്പോഴാണ് അള്ളാഹ് തുള്ളിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇനി അറ്റാക്ക് വരിക. ഒന്ന് അറ്റാക്ക് ചെയ്ത് യാത്ര ആയാൽ പിന്നെ തുള്ളൽ നിൽക്കും. പിന്നെ വേറൊന്നും തുടങ്ങും ഇബ്ലീസ്. അല്ല അതല്ലേ, ഇബ്ലീസ് ഒരിക്കലും നിൽക്കൂല, ഓന്റെ പണി എടുത്തുകൊണ്ടേ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് അവന്റെ നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളൊക്കെ എന്താ കാരണം? ഈ പണിയൊക്കെ എടുക്കുന്നവരോട് പോരെ പണിയെടുത്താൽ പോരെ? വീട്ടിൻ്റെ അകത്ത് അടിച്ചേരിയാ പോരെ? തിരുമ്പിയാ പോരെ? ഇല്ല, അതിനൊക്കെ വാഷിംഗ് മെഷീൻ. അരച്ചാ പോരെ? ഒരമ്മിയും അമ്മിക്കുട്ടി വാങ്ങിയിട്ട് അരച്ചാ പോരെ? എന്താ ആരോഗ്യം ഉണ്ടാവും? തുള്ളണോ? കരന്റെ പൈസയും കുറഞ്ഞില്ലേ? അതിനൊന്നും നിൽക്കൂല, മുറ്റടിച്ചു തരില്ല, അതിന് പണിക്കാറ്റി വേണം, എന്നാലേ നമ്മളെ കിബറ് കൂടുള്ളൂ. ഞാൻ വലിയ മുതലാളിച്ചാണ്. ചോറ് വെക്കൂല, രാത്രി ഓനും കൂട്ടി പോവുക. പാവം ആരാ വിടുന്ന അറിയോ? വണ്ടി വിട്ട ഇബ്ലീസാ. അപ്പൊ എന്താ തോന്നുക? എന്റെ പിയ്യാപ്പിള നല്ല പിയ്യാപ്പിള എന്നാ? നല്ല പിയ്യാപ്പിളല്ല, നിന്നെ രോഗിയാക്കി കൊടുക്കുക. നമ്മളെ വീട് മുഴുവനും ആധുനികവൽക്കരിച്ചു. എന്താ ഉണ്ടായത്? പിശാചാണ് ആധുനികവൽക്കരിച്ചത്. കയ്യിലുള്ള മൊബൈലോ അതും ആധുനികവൽക്കരിച്ചല്ലേ? എന്തെല്ലാം തോന്നിവാസങ്ങൾ കണ്ടു, കേട്ടു, നശിച്ചു. എത്ര ചെറുപ്പക്കാരികളും ഞാൻ മുൻഭാഗത്തോടെ വരും, വലതുഭാഗത്തോടെ വരും. സൂറത്ത് അഹ്റാഫ് എടുത്തൊന്ന് പുറേ പോയി ഒന്ന് പഠിക്കണേ. ഞാൻ ബാക്കിൽ കൂടെ വരും. ഏതെങ്കിലും വഴിക്ക് എന്താ പറഞ്ഞത്? വലാത്തജിദു അക്സറുഹും ഷാക്കിരീൻ, ഭൂരിപക്ഷം ആളുകളും നന്ദിയില്ലാത്തവരാക്കിയിട്ട് ഞാൻ മാറ്റും. ഇബ്ലീസ് നമ്മുടെ ജന്മശത്രുവാണ് അവൻ. അതുകൊണ്ടാണ് ഇവനക്ക് നരകത്തിൽ നമ്മൾ ചെന്നാണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, ലഹാ സബ്അത്തു അബ്വാബ്, നരകത്തിന് 7 വാതിലുകളാണ്. ഉപവാതിലുകൾ വേറുണ്ട്. 7 മെയിൻ ഡോറുണ്ട് നരകത്തിന് കേട്ടോ. ലിക്കുല്ലി ബാബി മിൻഹും ജുസൂം മക്സൂം, എല്ലാ വിഭാഗം ആളുകൾക്കും പ്രവേശിക്കാനുള്ള അള്ളാഹു പ്രത്യേകം വിഭജിക്കപ്പെട്ട വാതിലുകളാണ്. അതെന്താ? ഷിർക്ക് ചെയ്ത ആളുകൾ ഒരു കയറേണ്ട വാതിൽ വേറെ, കുഫറുള്ള ആളുകൾ ഒരു കയറേണ്ട വാതിൽ വേറെ, ഹറാമ് ചെയ്തവർ അവർ വേറെ വാതിലൂടെ, ബിദ്അത്ത് ചെയ്തവർ അവർ ഒരേ വാതിൽ വേറെയാണ്, കള്ളുടിയന്മാരുടെ വാതിൽ അത് വേറെയാണ്, വ്യഭിചാരികളുടെ വാതിൽ അത് വേറെയാണ്. അങ്ങനെ 7 വാതിലുണ്ട്. ഖുർആൻ തന്നെ പറയാം നരകത്തിന് 7 കവാട. അപ്പൊ ഇതിലൊക്കെ പെടുത്തലാണ് ആരെ പണി? പിശാചിന്റെ. അതിന് മുമ്പിൽ കൂടെ വരും, പിന്നിൽ കൂടെ വരും, പല വഴിക്ക് വരും. മനസ്സിലായോ? ഇപ്പൊ എന്താ പറയാ അറിയോ? മൗലവി ഇതൊക്കെ ആരോഗ്യം വേണ്ടതല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ആരോഗ്യം ഉണ്ടാക്കാൻ പറയുന്നത്. റസൂലിന്റെ പള്ളിയിൽ നിന്ന് പോലും ഒരു വിഭാഗം ആളുകൾ കൾഡിപ്പേറ്റ് നടത്തിയപ്പോൾ ആയിഷാബിക്ക് മറന്നോർത്ത് കാണിച്ചു കൊടുത്തില്ലേ പെരുന്നാൾ തന്നെ? നമ്മൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും ഇസ്ലാമിനെ കൊണ്ടൊന്നും ചാരി ചെയ്യുക, അതാണ് ഇബ്ലീസിന്റെ പണി. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാലോ ഈ തുള്ളാൻ പഠിക്കാൻ വേണ്ടി പോയ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കയറുന്ന പ്രാർത്ഥന അറിയോ? ദിക്ർ അറിയില്ല. എന്നാൽ അത് പഠിക്കാൻ വല്ല താല്പര്യം ഉണ്ടാവില്ല. അത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ പ്രാർത്ഥിക്കലുണ്ടോ? നിങ്ങളും ഇല്ല. പിന്നെ പിശാചിന് നല്ല സുഖമല്ലേ? നമ്മളെ ശരീരം പിശാചിന്റെ സൂപ്പർ മാർക്കറ്റാണ്. നല്ല അല്ലേ? ലുലു മാളിനേക്കാൾ വലിയ മാളാണ് ഓരോ ശരീരവും. അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ദിക്റില്ലേ,
അപ്പൊ എന്ത് പറഞ്ഞു പിശാജ്? ലാ മബീത്തലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഭക്ഷണം ഇവിടെ ഇല്ല. ആരാടാ പറയുന്നത്? വലിയ പിശാജ് കുട്ടി പിശാജിനോട് പറയാണ്, നിങ്ങൾക്ക് രാപ്പാർക്കാൻ അവസരമില്ല, കാരണം അള്ളാന്റെ ദിക്റുള്ളവനാണ്. ആ ദിക്റോടുകൂടി അവൻ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഇനി വൈദാ ദഖല ഫലം ജതുക്കുരില്ല, വീട്ടിൽ പ്രവേശിച്ചു, ദിക്ർ ഈ പ്രാർത്ഥനകൾ നിർവഹിച്ചില്ലല്ലോ. ഇന്ത ദുഹൂരി കാല ശൈത്താൻ, അപ്പൊ പിശാജ് പറയും അദറക്തുൽ മബീത്ത്, ഇന്ന് നിങ്ങൾക്ക് രാത്രി ഈ വീട്ടിൽ താമസിക്കുക. കണ്ടില്ലേ? കുട്ടികളൊക്കെ പുതപ്പിൻ്റെ ഉള്ളിൽ കുത്തിട്ടാണ് കളിക്കുന്നത്. 1 മണി വരെ 2 മണി വരെ ഒക്കെ ഉറങ്ങൂല. മൊബൈലിൽ കളിക്കുക അല്ലേ? ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവും, ചെറിയ ലൈറ്റ്. എന്താ കാരണം? ഉമ്മയും ബാപ്പിയും ആ ഏട്ടനും അഞ്ചനും ആങ്ങളും പെങ്ങളൊന്നും കാണാൻ പറ്റാത്ത തോന്നിയാസം കണ്ടുകൊണ്ടിരിക്കുക. നേരം വെളുക്കോളും. മനസ്സിലായോ? ഇതൊക്കെ ഓന്റെ കുറ്റമല്ല, ഓന്റെ ശരീരത്തിൽ ആരുണ്ട്? ഒരു പിശാചുണ്ട്. അപ്പോ എന്താ കാരണം? അതിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് കഴിവുണ്ട്. ആ കഴിവാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. വിശ്വാസിക്ക് പിശാചിന്റെ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗങ്ങളാണ് ഒന്ന് ദിക്ർ കേട്ടോ. അപ്പൊ കാല ശൈത്താൻ, നിങ്ങൾ ദിക്ർ ചെല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിശാജ് പറയും അദറക്തും അൽ മബീത്ത്, നിങ്ങൾക്ക് ഇന്ന് രാപ്പാർക്കാൻ ഇവിടെ അവസരമുണ്ട്. വൈകാലം എതുക്കില്ലാത്താല ഇന്ത താമി, ഭക്ഷണം കഴിക്കും ബിസ്മി ഇല്ലാതെ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ കാല പിശാജ് പറയും അദറക്തുൽ മബീത്ത വല്ലശാ, നിങ്ങൾക്ക് ഇന്നിവിടെ രാപ്പാർക്കാനും അവസരമുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. രാത്രി ഭക്ഷണമാണ് ഈ ഉറക്കൊഴിച്ചില്ലേ? ഉറക്കൊഴിഞ്ഞ് നശിക്കുക, അതാ രാത്രി ഭക്ഷണം പിശാചിന്റെ. ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഒരു തെറ്റേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്താ ചെയ്തത്? ഒരു ദുആ ചെയ്തില്ല അല്ലെ? ഇസ്ലാമിലെ ഓരോ ദുആയും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ദിക്റുകളും ദുആവുകയും ചെയ്താൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്, പിശാജ് ആദം നബി മരിച്ചു അല്ലെ? സ്വർഗത്തിൽ ജനിച്ചു, ഭൂമിയിൽ വന്നു, ആദം നബിയും ഹവ്വാ ബീവിയും ഒക്കെ മരിച്ചു. പക്ഷെ ഇബ്ലീസ് മരിച്ചിട്ടില്ല, പിശാജ് മരിച്ചില്ല. എന്താ കാരണം? ഖുർആൻ തന്നെ പറയാം, ഇങ്ങോട്ടേക്ക് പോരുമ്പം ഭൂമിയിലേക്ക് പിശാജ് വരുമ്പോൾ റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഫൻളിർനീല യൗമി യുബഅസൂൻ, പടച്ചോനെ ലോകം അവസാനിപ്പിക്കുന്നതുവരെ എന്നെ മരിപ്പിക്കരുത്. കാല, അള്ളാഹു പറഞ്ഞു ഫഇന്നക മിനൽ മുൻളരീൻ, നിനക്ക് അവസരം തന്നിട്ടുണ്ട്, സാവകാശം തന്നിട്ടുണ്ട്, നീ മരിക്കൂല, നീ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവൻ പറയാം റബ്ബി ഫബിമാ അഗ്വൈതനി, പടച്ചോനെ എന്നെ നരകത്തിൽ എന്റെ സ്വർഗം ഇല്ലാതാക്കുകയും എന്നെ വഴിവെളുപ്പിക്കുകയും എന്നെ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനാക്കുകയും ചെയ്ത ഈ മനുഷ്യണ്ടല്ലോ, ലഉസയ്യിനന്നലഹും ഫിൽ അർദ്, ഭൂമിയിൽ അവൻ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങളും പാപങ്ങളും ഞാൻ ഭംഗിയാക്കി അവന്റെ മുമ്പിൽ വെക്കും. ഇതാണ് വേണ്ടത്, ഇങ്ങനെ വേണ്ടത്. ഉമ്മനെ ചീത്താറാൻ ഞാൻ പറയും, അങ്ങനെ വേണ്ടത്. എൻ്റെ ഉമ്മ വളരെ മോശമാണ്, എൻ്റെ ബാപ്പ വളരെ മോശമാണ്, എന്നെ പോറ്റിയത് ശരിയായില്ല, എനിക്ക് ട്രെയിനിങ് തന്നില്ല ഉണ്ടോ. അങ്ങനെ നിരന്തരമായിട്ട് എന്ത് ചെയ്യും? ഏത് തമ്മാടുത്തം ചെയ്താലും ഇല്ല ഉസയ്യിനലഹും ഫിൽ അർദ്, ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യവും നല്ല മനോഹരമാക്കി നമ്മളെ മുമ്പിൽ വെക്കും. മനസ്സിലായോ? ഏത് ഇപ്പൊ കള്ളുടിക്കുന്നവനോ അവന്റെ മുമ്പിൽ എന്താ പിശാച് വരിക? കള്ളുടിക്കുന്നവരല്ല. കാരണം എന്താ? ഖുർആൻ പറഞ്ഞെന്താ? ലാ തഖറബു സലാത്ത വഅൻതും സുകാര, ലഹരി ബാധിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഖുർആൻ പറഞ്ഞു. നിങ്ങളെ ഖുർആനില്ലേ? ഒന്ന് എടുത്തു നോക്ക്. പിശാചാ പറഞ്ഞ ഖുർആൻ ഓതാൻ. അപ്പൊ നോക്കുമ്പോണ്ട് ഖുർആനില് ലാ തഖറബു സലാത്ത വഅൻതും സുകാര, മസ്തായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ വരാൻ പാടില്ല. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? ഇശാ നിസ്കരിച്ചിട്ട് പുരയെ കൊണ്ടുവന്ന് കുടിച്ചു. ഷാക്ക് കഴിഞ്ഞില്ലേ? നീ സുബൈയല്ലേ? അപ്പോഴേക്കും ഇതൊക്കെ പോവുമല്ലോ അല്ലേ? ലഹരിയൊക്കെ പോവുമല്ലോ. പിശാചിന്റെ പരിപാടികളാണ്. അതുപോലെ ഓരോ തെറ്റും ഓനെ കൊണ്ട് ചെയ്യിക്കും, എല്ലാ തമ്മാടുത്തും. എന്നിട്ട് അതൊക്കെ അതാണ് വേണ്ടത്, എൻ്റെ പ്രായം അതാണ്. ഇപ്പം ഈ തെറ്റ് ചെയ്തില്ലെങ്കിൽ എപ്പോഴാ ചെയ്യുക? വയസ്സായിട്ടോ? മൗലവിനെ പോലെ പ്രായമായിട്ടോ? അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ചെയ്താൽ കിട്ടി, അല്ലാണ്ട് ജീവിതമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല. ഇതൊക്കെ മൗലവിമാര് പറയുന്നതാ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം. നീ ജീവിക്കേണ്ട പിശാചിന് വേണ്ടിയാണ്. നീ കള്ളുടിക്കണം, നീ പലിശ കൊടുക്കണം, നീ ഈ ലോട്ടറി എടുക്കണം, മനസ്സിലായോ? അങ്ങനെ എന്തെല്ലാം നിന്നെ കൊണ്ടാവും അതൊക്കെ നീ ചെയ്യണം. തോന്നിവാസങ്ങളുടെ പട്ടിയാൻ എത്തുന്നില്ല. തോന്നിവാസങ്ങളുടെ പട്ടിയാൻ ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ പെടുത്തും തോന്നാ. നമ്മളുടെ മനസ്സിലുണ്ടാവും ഇതിനൊക്കെ ഒന്ന് മാറണമെന്ന്.
കുറെ ആയി പഠിച്ചോനെ ചെയ്യുന്നു, ഇപ്പം മരിക്കാനായിട്ടുണ്ട്, ഇനിയൊന്ന് മാറണമെന്നൊക്കെ തോന്നും. പക്ഷെ സമ്മതിക്കൂല, ഓൻ വിടൂല, ഓൻ പിന്നാലെ കൂടും. അതാ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പം അല്ലാഹ് പറയാം, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ് വലഉഗവിയന്നഹും അജ്മഈൻ. എല്ലാറ്റിനെയും ഞാൻ വഴിവെപ്പിക്കും. എന്നിട്ട് ഓൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? ഇതാ കേൾക്കണ്ടത്. ഇല്ലാ ഇബാദക മിനൽ മുഖ്ലസീൻ. നിഷ്കളങ്കന്മാരായി നിന്നെ ഈമാൻ ഉൾക്കൊണ്ട നിഷ്കളങ്കന്മാരായ തഖ്വയുള്ള നിഷ്കളങ്കന്മാരായി ദിക്ർ നിർവഹിക്കുന്ന നിഷ്കളങ്കന്മാരായി പ്രാർത്ഥിക്കുന്ന ആളുകൾ എനിക്ക് കിട്ടൂല, ബാക്കിയുള്ളവരെ പിടിക്കും. ഇല്ല ഇബാദത്ത് മിനൽ മുഖ്ലസീൻ. ഇഖ്ലാസുള്ള, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാള്? ഇഖ്ലാസ് എന്താ? നല്ല ഇഖ്ലാസുള്ള ആളുകളെ എനിക്ക് കിട്ടൂല. അതിന് ഇഖ്ലാസിന് ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, വേഗം പഠിക്കാൻ, എളുപ്പം മനസ്സിലാക്കാൻ. അതെന്താ? ലബനൻ ഖാലിസൻ, നല്ല ശുദ്ധമായ പാല്. ഖുർആൻ പറയാം ശുദ്ധമായ പാല്, അത് മിൻബൈനി ദമിൻ വഫറസ്. ആ പാല്, ശുദ്ധമായ പാല്, രുചികരമായ ആ പാല് വരുന്നത് മിൻബൈനി ദമിൻ വഫറസ്, ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെയാണ് ഈ പാല് വരുന്നത്. എന്നാലോ ഈ പാലിന് എന്തില്ല? രക്തത്തിന്റെ ചുവയില്ല, രക്തത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുമില്ല, ചാണകത്തിന്റെ മണമില്ല, ചാണകത്തിന്റെ ഒന്നുമില്ല. അപ്പൊ അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസുള്ള പാല്. എന്താ പറഞ്ഞത്? ലബനൻ ഖാലിസൻ. ഉണ്ടാ, ഖാലിസായ നിഷ്കളങ്കമായ പാല് എന്നല്ല പറയാ, ശുദ്ധമായ. അല്ലെ? അതെന്താ? അതെവിടുന്നാ വരുന്നത്? അപ്പം അതുപോലെ നിഷ്കളങ്കന്മാർ എവിടുന്നാ വരുന്നത്? തമ്മാടികളായ ആളുകൾ ജീവിക്കുന്ന ഭൂമിയിൽ ജീവിച്ചിട്ട് നിഷ്കളങ്കരായി മരിച്ചു പിരിഞ്ഞു വന്നതാണ്. അതാണ് പാല്. ഭൂമിയിൽ ഒരുപാട് തമ്മാടിത്തുണ്ട്, നന്നാകാൻ ഒരു നിലക്കും കഴിയാത്ത വിധം. എല്ലാവരും പറഞ്ഞതല്ല, ഈ കാലഘട്ടം അങ്ങനല്ലേ, അത് അള്ളാഹ്ക്ക് അറിയില്ലേ? ഇപ്പൊ അള്ളാഹ്ക്കാണ് ഇപ്പൊ കുറ്റം. ഞാൻ ഇത്രയും നന്നായില്ലേ, ഞാൻ കൊല ചെയ്യുന്നില്ല, കൊള്ള ചെയ്യുന്നില്ല, ഉണ്ട്, ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നില്ല, ഞാൻ ആകെ ഒരാളെ കൊന്നത്. അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്ക് പിശാച് നല്ല നല്ല ന്യായീകരണം തരും കേട്ടോ. അപ്പം നമ്മൾ എന്താ ഇഖ്ലാസ് പറഞ്ഞപ്പോ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല്. അതോടുന്നാ വരുന്നത്? മിൻ ബൈനി ദമിൻ വഫറസ്, ചാണകത്തിന്റെയും അതോടൊപ്പം രക്തത്തിന്റെയും ഇടയിൽ. അതിന്റെ ഇതിന് രണ്ടിന്റെയും ഗുണമില്ല, മണവുമില്ല, ഗുണവുമില്ല. ഉണ്ടോ പാലിന്? ഇതിനിടയിൽ കൂടെ വരുന്നത്. അതുപോലെയാണ് മുഖ്ലിസായ മനുഷ്യൻ വരുന്നത്. തമ്മാടികൾ നിറഞ്ഞു ജീവിക്കുന്ന കാലം, വഞ്ചനയുടെ കാലം, അല്ലെ? പൂഴ്ത്തിവെപ്പിന്റെ കാലം. എല്ലാ കൊള്ളത്തരങ്ങളും എങ്ങനെയും പൈസ ഉണ്ടാക്കിയാൽ മതി, വേറൊരു വഴിയുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഇതിന്റെ ഇടയിൽ കൂടെ ഈ പാല് വന്നതുപോലെയാണ് മൂമിൻ വരിക. അങ്ങനെയുണ്ട്, ചാണകമുണ്ട്, രക്തമുണ്ട്, അതിന്റെ ഇടയിൽ കൂടെയാണ് ശുദ്ധമായ പാല് വരുന്നത്. അതുപോലെ ആയിരിക്കണം ആ ഒരു വിശ്വാസിന്റെ ഇഖ്ലാസ്. എത്ര നല്ല വിശദീകരണം അല്ലേ ഖുർആൻ നൽകിയേ? അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് എന്താ അല്ലാഹ് പറയാ? ഞാനൊരു കാര്യം പറഞ്ഞത്, ഈ ഇഖ്ലാസുള്ള ആളുകൾ അതാരാ? നമ്മൾ പറഞ്ഞില്ലേ, അത്രയും ശുദ്ധമായി ഇഖ്ലാസ് ഉണ്ടാവാൻ എന്തൊക്കെ വേണം നമ്മൾ പറഞ്ഞു? ഈമാൻ വേണം, തഖ്വ വേണം, പിന്നെന്താ പറഞ്ഞത്? ദിക്റുകൾ വേണം, ദുആകൾ വേണം, അല്ലേ? ഓരോ സമയത്തും ദുആ ചെയ്യണം, വേണ്ടേ? കിടക്കും പ്രാർത്ഥിക്കണ്ടേ, എഴുന്നേൽക്കും പ്രാർത്ഥിക്കണ്ടേ? ഇങ്ങനെ ദിക്റുള്ള ഒരാളത്തേക്ക് പിശാച് അടുക്കൂല. അതിങ്ങനെ വെറുതെ ചുണ്ടോണ്ട് പ്രാർത്ഥിക്കല്ല, കൽബ് തട്ടിയിട്ട്. ചുണ്ടോണ്ട് തേർക്കുന്നതൊക്കെ പിശാച് വരും. കാരണം പിശാചിന് അതാ പണി. അല്ല, കിടക്കവും തേർക്കണ്ടേ? എന്തൊക്കെ ഇനി ചെയ്യേണ്ടത്? 3 സൂറത്ത് വരണ്ടേ? ഓദിക്കോ, ഓരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്തോട്ടിരിക്കാം. അപ്പൊ എന്താ? എന്നിട്ട് വേണം എനിക്ക് മറ്റേ യൂട്യൂബ് കാണാൻ. ഈ 3 ഓതിയിട്ടെ വിദാത്തുകളൊക്കെ ഓദിക്കോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു യൂട്യൂബ് ഉണ്ട്, വളരെ നല്ല, എനിക്ക് ജി കാണേണ്ടതാണ്. അത് നേരത്തെ അയച്ചു തന്നിട്ട് ഈ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോ? ഈ 3 സൂറത്തുകൾ. അപ്പൊ ആ സൂറത്ത് അടിച്ചു വിട്ട് പിന്നെന്താ വേണ്ടി? മൗലവി എന്താ പിന്നെ പറഞ്ഞ ആയത്തുൽ കുർസിയോ ഓതിക്കോളാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖൂസുഹു സിനത്തുൻ വലാ, അതും അടിച്ചു വിട്ട്. അതിന്റെ പണിയും കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ദുആ, അല്ലേ? ആയിക്കോട്ടെ. കിടക്കുമ്പോൾ എന്താ തേർക്കേണ്ടത്? എന്തെന്നൊന്നും അറിയില്ല ചിലവർക്ക്, അല്ലേ? ചിലവർ തേർക്കലില്ല. പോത്ത് വരുമ്പി കിടക്കുമ്പോൾ കിടക്കലാ. ബിസ്മിക റബ്ബി വലൗതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഅഫ്ലഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സാലിഹിൻ. ഈ പ്രാർത്ഥനയോടുകൂട്ടാ കിടക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ
രാത്രി കിടക്കും പ്രാർത്ഥിച്ച് മരിച്ചാൽ സ്വർഗം ഉറപ്പായി. അതാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത. ആ പ്രാർത്ഥന എന്താ പറഞ്ഞത്? ബിസ്മിക റബ്ബി, എന്റെ രക്ഷിതാവേ നിന്റെ നാമത്തിൽ വളർത്തു ജൻബീത, എന്റെ ശരീരം വിരിപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഉണ്ടോ? ബിസ്മിക റബ്ബി വളർത്തു ജൻബി ഓബിക അർഫഹു, അള്ളാഹുവെ നിന്റെ നാമത്തിൽ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ നീ വിധി തന്നാൽ എഴുന്നേൽപ്പിക്കും. ഒബിക അർഫഹു ഇൻ അംസക്ത, പടച്ചോനെ ഉറക്കത്തിൽ വെച്ച് എന്റെ ആത്മാവിൽ നീ പിടിച്ചെടുക്കുകയാണെങ്കിലോ, ഇൻ അംസക്ത നഫ്സി ഫർഹംഹ, അതിനോട് കരുണ കാണിക്കണം, അതിനെ വല്ലാതെ വേദനിപ്പിക്കാതെ പിടിച്ചെടുക്കണം. ഉണ്ടോ? ഇൻ അംസക്ത നഫ്സി, എന്റെ നഫ്സിനെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫർഹംഹ. അല്ല വൈൻ അർസൽത്ത, നീ രാവിലെ എഴുന്നേറ്റ് ജീവിച്ച് ഭൂമിയിലേക്ക് നടക്കാൻ അവസരം തരികയാണെങ്കിലോ അപ്പം എന്ത് ചെയ്യണം? അപ്പം നീ ചെയ്യണം ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ, നിന്റെ സുഹൃതം ചെയ്ത അമ്പിയാക്കന്മാരും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും മൂമിനീങ്ങളും ഒക്കെ ജീവിച്ച അതേ രൂപത്തിൽ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നെ. ഇതും പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനുണ്ട്. ഈ ദിക്ർ ചൊല്ലിയ ആളെ ശരീരത്തിലേക്ക് ആരും വരില്ല, ശൈത്താൻ വരില്ല. നമ്മൾക്ക് ശരീരത്തിൽ ദിക്റൊന്നുമില്ല. നമുക്ക് ചിലർക്കൊക്കെ ഈ ദിക്ർ അറിയാം, പക്ഷെ ചെയ്യാറില്ല. കാരണം ഈ പിശാച് ചെയ്യാൻ വൈകൂല. ഇപ്പം എന്നും ചെയ്തില്ല, കുറേ ദിവസം ചെയ്തില്ല, മതി, ഇനി കുറച്ച് ദിവസം അനക്ക് നല്ല നിലക്കിക്കണല്ലേ. നല്ല നിലക്ക് അള്ളാഹുവിനോട് അടുത്ത് വരുന്ന ആളായിരിക്കും. പിശാച് സമ്മതിക്കൂല. നിങ്ങൾ കണ്ടില്ലേ കുറെ ആൾക്കാർ നമ്മളൊക്കെ ക്ലാസ് തുടങ്ങിയാലേ, ഖുർആനൊക്കെ ക്ലാസ് തുടങ്ങിയാൽ പാഞ്ഞു വരും, അതേമാതിരി പോവും. കാരണം ഇവന്റെ പിന്നാലെ പിശാച് ഉണ്ടാവും. ഇത്രയും വയസ്സായില്ലേ, ഇനി എങ്ങോട്ടാ ഖുർആൻ പഠിക്കുന്നത്? മാത്രമല്ല അയാളാണെങ്കിൽ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് തീരെ പോണ്ട. പിന്നെ അനക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ചോദിക്കോ? അയാളൊന്നും ചോദിക്കൂല്ലോ, അയാളൊന്നും ചോദിക്കൂല. ജുമാക്ക് ചോദിക്കോ? അതും ഇൽമ തന്നെയല്ലേ. ഇബ്ലീസ് പറഞ്ഞുതരാ, ഇൽമ രണ്ടു തരാം. ഒന്ന് എൻ്റെ കൽബ് തെറ്റിയ ഇൽമാണ്, ഒന്ന് എൻ്റെ പുറമ്പോക്ക് ഇൽമാണ്. അല്ലേ? ഈ ചെവി കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചൻ്റെ ഖുത്ബ ചോദിച്ചാൽ കിട്ടുമോ? കിട്ടൂല. അല്ലേ? അതല്ലേ? എന്താ കാരണം? അപ്പോൾ മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി, പിശാചിൽ നിന്ന് അകലാനുള്ള വഴികൾ എന്താ? ഖുർആൻ പഠിക്കണം, പഠിക്കാണ്ട മരിക്കരുത്. ഖുർആൻ പഠിക്കാണ്ട മരിക്കൂല എന്നൊരു തീരുമാനം പിശാചിന്റെ മാറ്റാൻ നിങ്ങൾ എടുക്കണം കേട്ടോ. ഖുർആൻ പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മളിപ്പോൾ പലതരം ഓൺലൈനിലും ക്ലാസ് ഉണ്ടല്ലേ പഠിക്കുക. പക്ഷെ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ പഠിക്കൂല. കാരണം എന്താ? പിശാച് സമ്മതിക്കൂല. അത് തന്നെ ആക്കുമ്പോഴായിരിക്കും നല്ല ഒരു പെണ്ണിന്റെ കുട്ടീന്റെ ഷെഡിട്ടൊരു ഫോട്ടോ, എന്നാ പിന്നെ അതൊന്ന് നോക്കുക, എന്നിട്ടാക്ക പിന്നെ കുറേ. പിന്നെ അത് നോക്കിയപ്പോഴോ അടുത്ത ഷെഡ് തീരെ ഇല്ലാത്ത ഒത്തുകൂടി. അപ്പൊ പിന്നെ അതായി. എന്താ ഷെഡിട്ടുള്ളൊന്നുമില്ല, പക്ഷെ പിശാച് ഉണ്ട് എന്നാ പറയാ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനം ഉണ്ട് മോനെ, കഴിച്ചു നോക്ക്. ആ പൊതി കഴിച്ചു നോക്ക്. അല്ലേ? വയസ്സാവും തോറും ഇതിന് പൂതി കൂടും തോന്നുന്നു. ചില വയസ്സന്മാർക്ക് അങ്ങനെ, ചെറുപ്പക്കാരേക്കാൾ മോശമായ വയസ്സന്മാരുണ്ട്. എന്താ കാരണം? ഓനെ പിടികൂടിയിരിക്കുക, വിടൂല ആര്? പിശാച്. ഇനിയോ ആരൊക്കെ അവന് കിട്ടും എന്ന് ഇപ്പൊ ഈ പള്ളിയിൽ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഉണ്ടാവുമേ, ഓനുണ്ടാവും, മലായിക്കത്തും ഉണ്ടാവും. പിശാചിന്റെ തലച്ചോറുമായി കുത്തിരിക്കുന്ന ആളെപ്പം ഇവിടെ നോൻ കാണും, ഓൻ കാണും. ഞാൻ പറയല്ല, ഖുർആൻ പറയാ, ഇന്നഹു യറാക്കും, പിശാച് നിങ്ങൾ എവിടെ ചെന്നാലും അവൻ നിങ്ങളെ കാണും. ഉണ്ടാവും. നിങ്ങൾ കല്യാണപ്പുര ചെന്നാൽ അവിടെ കാണും, പള്ളി ചെന്നാൽ അവിടെ കാണും, നിങ്ങളുടെ ഷോപ്പ് ചെന്നാൽ അവൻ അവിടെ ഉണ്ടാവും. അവൻ നിങ്ങളെ കാണും. ഹുവ വ കബീലുഹു, അവനും അവന്റെ കുട്ടിപ്പിശാചുക്കളും. ഓൻ ലീവിൽ ഓന്റെ കബീലുണ്ടാവും. ഇന്നഹു യറാക്കും ഹുവ വ കബീലുഹു മിൻ ഹൈസു ലാ തറഹു, നിങ്ങൾ അവരെ കാണൂല. നമുക്ക് അവനെ കാണാൻ കഴിയില്ല, ഓൻ നമ്മളങ്ങനെ കാണുക. ഇവനെ കിട്ടും, ഓനെ കിട്ടും, ഇവനെ കിട്ടും, കിട്ടുന്നവരൊക്കെ കൂട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അല്ലാഹ് പറയാം, ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ, വിശ്വാസികളല്ലാത്ത ആളുകൾക്ക്, ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ഈമാനില്ലാത്ത ആളുകൾക്ക് നാം ഒരു പിശാചിനെ നിശ്ചയിച്ചു. അങ്ങനെ ഇന്നാ ജഅൽന ശയാത്തീന, നാം പിശാചുക്കളെ നിശ്ചയിച്ചു കൊടുക്കും. ഔലിയാ, മിത്രങ്ങളായിട്ട്, വലിയ വലിയ സുഹൃത്തുക്കളായിട്ട്. ഇപ്പൊ നമുക്ക് നമ്മളെ മാതാപിതാക്കളെക്കാളും നമ്മളെ ഭാര്യനേക്കാളും നമ്മളെ ജ്യേഷ്ഠാഞ്ചന്മാരെക്കാളും ഒക്കെ വലിയ പാരാ. എന്റെ അഭിപ്രായത്തിൽ ആണുങ്ങൾക്കൊക്കെ ഫ്രണ്ട്സാ, അല്ലേ? അല്ലേ? ഫ്രണ്ട്സാണ് ഏറ്റവും വലിയ ആള്. അതാണ് അല്ലാഹ് പറഞ്ഞത്. പിശാചിനെ അല്ലാഹു ഫ്രണ്ട്സാക്കിയിട്ടുണ്ട്.
ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ, നല്ല ഫ്രണ്ട്സാക്കി തരും. ആർക്ക്? ലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാൻ ഇല്ലാത്തവർക്ക്. കൽബിൽ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് പിശാചിനെ അള്ളാഹു കൂട്ടുകാരനാക്കി തരും. ഖുർആനിൽ സൂറത്ത് സുഹ്റൂഫിൽ പറയണ്ട, വമൻ യഅ്ഷു, ആരെങ്കിലും ജീവിച്ചാൽ അൻ ദിക്ർ റഹ്മാൻ, റബ്ബിന്റെ ദിക്ർ വിട്ടിട്ട്, റബ്ബിന്റെ ഓർമ്മയില്ല, ദുആകളില്ല, ദിക്റുകളില്ല, നീ ചൊല്ലിയാണെങ്കിൽ തന്നെ എന്താണെന്നറിയില്ല, സുബ്ഹാനല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം കൂടി അറിയാത്തവരുണ്ട്. അള്ളാഹു പരിശുദ്ധനാണെന്ന് അറിയാത്തല്ലേ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം, പക്ഷെ അത് ഓർത്തുകൊണ്ടല്ല അത് അള്ളാഹു അക്ബർ അങ്ങനെ പറയുന്നയ്യ. അതിനെന്താ പറഞ്ഞറിയാം പണ്ഡിതന്മാർ? മിൻ ഹമസത്തി ഷയാത്തീൻ, പിശാചുക്കളുടെ പ്രലോഭന, നൊടിച്ചിലും പറിച്ചിലും അല്ലേ. നമ്മളെ കൽബിലുണ്ടാവണം, അപ്പോഴേ നൊടിച്ചിലില്ലാണ്ടാവുള്ളൂ. ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ അല്ലേ വെറുതെ നൊടിയുന്നു, അതേമാതിരി നൊടിച്ചിലോട്ട് കാര്യമില്ല. അപ്പൊ അതെന്താ പറഞ്ഞപ്പോ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് പിശാചിനെ അള്ളാഹു മിത്രമാക്കും കേട്ടോ. തക്കവില്ലാത്തവർക്കോ അല്ല പറയാം, നീ തക്കവ് ഉണ്ടായാൽ എന്താ തക്കവ പറഞ്ഞാൽ അതും കൂടി ഒന്ന് അറിയണം. നമ്മൾ നേരത്തെ ഇഖ്ലാസ് എന്താന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തക്കവ എന്താ? തക്കവ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും തൊപ്പിയുള്ളോ താടിയുള്ളോ വെള്ളക്കുപ്പായുള്ളോ ഒന്നല്ല. അതൊക്കെ തക്കവയാകാനുള്ള വഴി മാത്രമാണ്. അതൊക്കെ വേണമെങ്കിൽ ആർക്കൂടാ അല്ലേ, പക്ഷെ കൽബിൽ വരണം. തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹു കാണും, അറിയും, എന്നെ വിചാരണ ചെയ്യും, എന്നെ ശിക്ഷിക്കും എന്നൊരു ബോധം, അള്ളാഹിന്റെ കൽപ്പനകൾ സ്വീകരിക്കാനും അള്ളാഹുവിന്റെ വിരോധനങ്ങൾ വെടിയാനുമുള്ള കരുത്ത് അതിനകത്ത് തഖ്വ അറിയാം കേട്ടോ. അങ്ങനെ വന്നാൽ ഇന്നല്ലദീന തഖൗ, തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ, ഇതാ മസ്സഹും തായിഫും മിന ശൈത്താൻ, അവരെ പിശാച് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലതുഭാഗത്തോടെയും മുൻഭാഗത്തോടെയും ബാക്കിൽ കൂടിയും സൈഡിൽ കൂടിയൊക്കെ വരുന്നു. അങ്ങനെ വന്നാൽ മുത്തഖീങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഇതാ മസ്സഹും തായിഫും മിന ശൈത്താൻ തദക്കറു, അവന് പെട്ടെന്ന് ഓർമ്മാവും. ഇവൻ മുൻഭാഗത്തോടെയും പിൻഭാഗത്തോടെയും വലതുഭാഗത്തോടെയും ഒക്കെ പല വഴിക്ക് വരും. അപ്പൊ ഇവന് ഓർമ്മയില്ല. തദക്കറു, എന്നിട്ടോ ഫൈദാഹും മുബ്സിറൂൻ, അവർക്ക് ഉൾക്കാഴ്ച വരും. ഇവൻ എന്നെ നരകത്തിലേക്ക് കൊണ്ടാകാൻ പോവുകയാണ് എന്ന ഉൾക്കാഴ്ച വരും. അവർക്ക് മുത്തഖീങ്ങൾക്ക് കേട്ടോ. അല്ലാത്തവർക്ക് സുഖാ തോന്നുക, എന്തൊരു സുഖം, എന്തൊരു ഹരം അല്ലേ. എല്ലാ തോന്നിയാസും കാണിക്കപ്പെടാനുണ്ടായി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ പറയുന്നു, ഒമൻ യഅ്ഷു അൻ ദിക്രി റഹ്മാൻ, കാരുണ്യകനായ അള്ളാഹു പഠിപ്പിച്ച ദിക്റുകളിൽ നിന്ന് വഴിമാറി ജീവിക്കുന്നവർ, നുഖയ്യിൻ ലഹു ശൈത്താന, നാം അവനൊരു പ്രത്യേകം ഒരു പിശാചിനെ ഓൻക്കായിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങനെ വെച്ചു കൊടുക്കും. ഫഹുവ ലഹു കരീൻ, അവൻ അവന്റെ പ്രത്യേകം കരീനാവും, കൂട്ടുകാരനാവും. വഇന്നഹും, ആ കൂട്ടുകാർ, ലയസുദ്ദൂന അൻ സബീലില്ല, അനി സബീൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എപ്പോഴും തടയും. വയസബൂന അന്നഹും മുഹ്തദൂൻ, അവർ വളരെ നല്ല സന്മാർഗത്തിലാണെന്ന് എപ്പോഴും വിചാരിക്കും. ഓരോ പ്രായത്തിനനുസരിച്ച്, നമ്മളിപ്പോൾ പ്രായമുള്ള മാതിരിയാ, വയസ്സായ മാതിരി നമ്മളല്ലല്ലോ. വയസ്സായ ആളുകൾ പറഞ്ഞു ശരിയാണ്, ഓലെല്ലാം നിസ്കാരവും സക്കാത്തും എല്ലാം ചെയ്തോട്ടെ, ഹജ്ജും ഉംറയൊക്കെ. നമുക്ക് വയസ്സായിട്ടൊന്നുമില്ല, നമ്മൾ ചെറുപ്പക്കാരെ, നമ്മൾ കുറെ തോന്നിയാസാ ചെയ്യേണ്ടത്, ഇപ്പോഴേ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ ആര് പറഞ്ഞു തരും? പിശാച്. അങ്ങനെ നിരന്തരം അതിൽപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഓരോരുത്തർ കിട്ടാനുള്ള വഴി എങ്ങനെയാണെന്ന് നോക്കും, അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾ കേട്ടോളി, ഖുർആൻ പറയാം ആരെ മേത്തേക്കാരെ പിശാച് കയറിയ ഖുർആൻ പറയാം സൂറത്ത് ശൂറായിൽ, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ, ആരുടെ ശരീരത്തിലേക്കാണ് പിശാചിന്റെ ഇറക്കമുണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്നല്ല പറയാം. ഹൽ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അലാമൻ തനസ്സലു ശയാത്തീൻ, ആരുടെ മേത്തേക്കാണ് ശൈത്താൻ കയറാൻ. ഖുർആൻ പറയാം, തനസ്സലു അലാ കുല്ലി അഫാക്കിൻ നസീം, എല്ലാ കളവ് പറയുന്ന, കള്ളത്തരം ചെയ്യുന്ന എല്ലാ പാപികളുടെയും അടുത്തേക്കാണ്. ആദ്യം പറഞ്ഞത് കളവാണ്, അത് പിശാചിൻ്റെതാണ്. വാ തുറന്നാൽ കളവേ പറയുള്ളൂ, സത്യം പറയില്ല. എല്ലാത്തിനും ഒരു കളവുണ്ടാവും. നിങ്ങൾ നോക്കേണ്ട പോലെ മുഖം തന്നെ ആ നൂറുണ്ടാവില്ല, ഒരു പ്രകാശം ഉണ്ടാവില്ല, കളവേ പറയുള്ളൂ. അഫാക്കായിരിക്കും, ഇഫ്കുകൾ അല്ലേ, നല്ല നുണക്കഥകൾ, വ്യാജം കെട്ടി പറയുക. പിന്നെ അതോടൊപ്പം അസീം, നല്ല പാപം. എങ്ങനെ പാപം ചെയ്യാൻ കഴിയുന്ന, എന്തെല്ലാം പാപം ചെയ്യാൻ കഴിയും. ഓന്റെ ശരീരത്തിലും ഓളെ ശരീരത്തിലും കളവ് പറയുകയും കുറ്റകൃത്യങ്ങളും പാപങ്ങളും വർദ്ധിപ്പിച്ച ആളുകളുടെയും ശരീരത്തിൽ എപ്പോഴും അള്ളാഹു പിശാചിനെ ഇറക്കും. ഇനി ഇന്ത്യങ്ങളിൽ ശരീരത്തിൽ ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം അല്ലാഹ് പറയാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ,
ഇന്ന വഅദല്ലാഹി ഹഖ്, ഈ പിശാചിന്റെ വലയിൽപ്പെട്ട നരകം എന്നാന്ന് പറഞ്ഞല്ലോ അല്ലാഹ്, അത് സത്യാട്ടോ. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഭൗതിക ലോകം നിങ്ങൾക്കുള്ളതല്ല, മനുഷ്യന്മാർക്കുള്ളതല്ല. ഭൗതിക ലോകം തൽക്കാലം ജീവിക്കാൻ മാത്രം. ഇവിടെ തൽക്കാലം ജീവിക്കാനുള്ള നമുക്കുള്ളതല്ല, നമുക്ക് നേടാനുള്ളതല്ല. ദുനിയാവ് നേടാനുള്ളതല്ല, ആഖിറ നേടാനുള്ളത്. അത് കൽബിൽ വരണം. നമ്മളിപ്പോ നേടുന്നെന്താ? രാവും പകലും ഓടി നേടുന്നെന്താ? ദുനിയാവാ. പക്ഷെ നമുക്ക് നേടാനുള്ളത് ഇതല്ല. ഇവിടെ അല്ലാഹ് റസൂൽ എന്താ പറഞ്ഞത്? ഭക്ഷണം, പാർപ്പിടം, വാഹനം. ഇത് റസൂൽ പറഞ്ഞ അനുവദനീയ. അത് നിങ്ങൾ നേടിക്കോ. അത് നേടാൻ രാപ്പകൽ നയിക്കണ്ട. അതായിക്കഴിഞ്ഞാൽ ആ കഠിനാധ്വാനം നിർത്തിയിട്ട് അള്ളാന്റെ മാർഗത്തിൽ തിരിച്ചു നടക്കണം കേട്ടോ. അതിന് കയ്യോ പിശാചി സമ്മതിക്കൂല കേട്ടോ. എന്താ കാരണം? ഇതൊക്കെ പറഞ്ഞു തന്നാൽ അള്ളാഹ് പറയാ വലഖദ് ദറഅനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം മനുഷ്യരെയും ജിന്നുകൾക്കും വേണ്ടി അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു. വലഖദ് ദറഅന, ദറഅ എന്ന് പറഞ്ഞാൽ ഖലഖാന്നർത്ഥം. വലഖദ് ദറഅന ലി ജഹന്നം, നരകത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം പിശാചുക്കളെയും ധാരാളം മനുഷ്യരെ അതിനുവേണ്ടി മാത്രം. എന്താ കാരണം? എത്തിപ്പെടാൻ ലഹും ഖുലൂബുൻ, അവർക്ക് കൽബുണ്ട്, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹ, എന്ത് പറഞ്ഞു വിട്ടാൽ കേറൂല, എത്ര പറഞ്ഞാലും മനസ്സിലാക്കൂല. വലഹും ആദാനും, അവർക്ക് ചെവികളുണ്ട്. ഒരുപാട് പിശാചുക്കളുടെ വലയിൽപ്പെട്ട് അപകടത്തിൽ പെട്ടുപോയി ജീവിതം വരെ അവസാനിപ്പിക്കേണ്ടി വന്ന നിരവധി ആളുകളെ കേൾക്കാറുണ്ട്. പക്ഷെ എന്താക്കൂല? ലാ യസ്മഊന ബിഹ, അതുകൊണ്ട് കേൾക്കൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് അല്ലേ, ഒരു ലോഡ്ജിന് ഒരു പെൺകുട്ടിനെ കൊന്നിട്ട് അല്ലേ? അതും അറിഞ്ഞില്ല, പത്രവും വായിക്കില്ലേ? അല്ല, ചിലവരങ്ങനാ പത്രം വായിക്കേണ്ട. കാരണം എന്താ? പിശാച് പിടിവിടും. നമുക്കെന്ത് ചെയ്യാ? തോന്നിയാസം കാണാം. മനുഷ്യന്മാരിവിടെ ചെറുപ്പക്കാർ കൊണ്ടുവരിക ലോഡ്ജിലേക്ക്, അതിനെ കൊന്നു. അങ്ങനെ എത്രത്തിന് ഒരു ഹോട്ടൽ കച്ചവടക്കാരെ കൊന്നില്ല അവിടെ തന്നെ, അതേ ലോഡ്ജിൽ നിന്നല്ലേ? മാങ്കാവോ ഒളവണ്ണറ്റുള്ള ഒരു ഹോട്ടൽ കച്ചവടക്കാരനല്ലേ ഒന്നുമില്ല. ഇതൊന്നും അതാ പറഞ്ഞത്. കാതുകളുണ്ട്, ലാ യസ്മഊൻ വലഹും അയ്യുൻ, അവർക്ക് നേർക്ക് നേർ കാണുന്നുണ്ട്, പക്ഷേ ലാ യുബ്സിറൂൻ, കാണൂല. കാണേണ്ടത് കാണൂല, വേണ്ടാത്തത് കാണും. കേൾക്കേണ്ടത് കേൾക്കൂല, വേണ്ടാത്തത് കേൾക്കും. വേണ്ടത് മനസ്സിലാക്കൂല, വേണ്ടാത്തത് മനസ്സിലാക്കും. എന്ത് കാര്യം പറഞ്ഞാലും ഏകദേശമാണ് സംസാരിക്കുക. ഇപ്പൊ ഞാൻ ഇത് മിമ്പർമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ ആരാ മൗലവി ചെയ്യാത്തത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും നരകത്തിലാവും. അതുകൊണ്ട് ഞാനും പോവുക ബാക്കിൽ. അങ്ങനെ ആര് പറഞ്ഞു തരിക? ഒറ്റ കുട്ടി ഉണ്ടാവില്ല മൗലവി നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഓരോ ബാക്കിൽ നമ്മളും പോവാ. അതായത് മരിക്കുമ്പോഴല്ലേ ഉള്ളൂ, ഇപ്പോഴൊന്നും മരിക്കൂലാനും. ഓരോരുത്തരോട് പിശാച് പറയാ തൂലല്ലാമല്ല. അതാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെ വിഷയം. ഞാനിപ്പോഴൊന്നും മരിക്കൂല എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് തൗബ ചെയ്യുക. തൗബ ചെയ്യാൻ നിങ്ങൾ കൊതിക്കും, നന്നാവുന്ന കൊതിക്കും. മൂപ്പര് സമ്മതിക്കൂല. ഇപ്പോഴും വേണ്ട. ചിലവരോട് എന്താ പറയായോ, ഇത് നന്നായിക്കോ, നാളെ സുബൈ മുതൽ, ഇന്ന് വേണ്ട. നാളെ സുബൈക്ക് മൂപ്പര് എന്താ പറയാറിയോ, കുറച്ച് ഇന്നപ്പോഴാ കുറച്ച് തണുപ്പ് വന്നത്, ഇതുവരെ ചൂടെടുക്കുക, സുഖമായിട്ട് കിടന്നോ. പിന്നെ അതുപോലെ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നുള്ള കേൾക്കുമ്പോൾ എന്താ സുഖം എന്നറിയോ? ആ ശബ്ദം അങ്ങനെ കേട്ടുറക്കെ അല്ലേ? അങ്ങനെ ശരിക്കും ഇത് അനുഭവിക്കുന്നുണ്ട്. ഈ ആഹഹ ആ ശബ്ദം കേൾക്കുമ്പോളേ നല്ല ചുരുണ്ടു കൂടുന്നവരുണ്ട് കേട്ടോ. അതാണ് പിശാച്. പോട്ടെ, ഇപ്പൊ നമ്മളെ വിഷയം എന്താ? ഫലാ തഗുറന്നകും ഹയാത്തുദ് ദുനിയ, ഇഹലോക ജീവിതം തന്നെ കൊടുക്കല്ലേ. പിശാചിന്റെ ഒരു കെണിയാണ് ദുനിയാവ്, അതിൽ കുടുങ്ങരുത്. പിന്നെ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, ആ മഹാവഞ്ചകനായ പിശാചിന്റെ വഞ്ചനയിലും കുടുങ്ങരുത്. ഇന്ന ശൈത്താൻ ലക്കും അദുവ, പിശാച് നിങ്ങളുടെ ശത്രുവട്ടോ. ഇന്നമാ യദൂ ഹിസ്ബഹു, അവന്റെ കക്ഷികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയകൂനു മിൻ അസ്ഹാബി സഈർ, ജ്വലിക്കുന്ന നരകത്തിലേക്ക് എത്താൻ. അതാണ് അവന്റെ പണി. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹ് പറഞ്ഞു. അപ്പോൾ എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നുണ്ട്. അറിയിച്ചു തരാത്തോണ്ടല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ നിങ്ങൾ പരലോകത്ത് നിന്ന് പറയാൻ കഴിയില്ല, പടച്ചോനെ ശിക്ഷിക്കരുത്, കാരണം ഞാൻ ഇതൊന്നും അറിയില്ല, നീ പറഞ്ഞു തന്നെ അറിയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അത്രമാത്രം അള്ളാഹു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? നമ്മൾ നരകത്തിൽ പോയി ചെന്ന് പെടാണ്ടിരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ
പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നൽകിയ ഈമാനും തഖ്വയും ദിക്റുകളും ദുആകളും ഒക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പിശാചിന്റെ കോന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, മരണം പുൽകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട വിശ്വാസികളായി മരിച്ചു പിരിയാൻ ശ്രദ്ധിക്കണമെന്ന്, അതിനുള്ള അനുഗ്രഹം ലഭിക്കുന്ന മുത്തഖിങ്ങൾ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പിശാചിന്റെ വഞ്ചന, അതായിരുന്നു നമ്മുടെ വിഷയം. വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞ ഈമാന്, തഖ്വ, ദിക്ർ, ദുആ. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഇപ്പം നമ്മളൊരു വാഹനത്തിൽ കയറി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിക്ർ ഉണ്ട് അല്ലേ? വാഹനത്തിൽ കയറുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലവരെന്താ ചെയ്യുക അറിയോ? ആ ദിക്ർ വാങ്ങി കെട്ടി തൂക്കും കണ്ണാടിമേൽ, എന്നിട്ട് വണ്ടി പ്രാർത്ഥിച്ചോട്ടാണ്. ആ ദുആ വണ്ടിമേ തൂങ്ങുണ്ടാവും. ചിലവരെ പുരയിലൊന്നും ആയത്തിൽ കുറിച്ച് ഒന്നും ഓതല്ല, അവിടെ ഒട്ടിക്കല. ചിലവരങ്ങനെ അല്ലേ? ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന അത് ഫ്രെയിം ചെയ്ത് വെക്കണമല്ലോ അല്ലേ? നബിൻ അള്ളാന്റെ 100 നാമങ്ങൾ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കുക. എന്നിട്ട് ആ മലക്കുകൾ ഒന്ന് വായിച്ചു പോയിക്കൊള്ളുക. മൂപ്പർക്ക് ആ പണിയൊന്നുമില്ല. അങ്ങനെ ചിലവരെ പരന്റെ മുമ്പ് കാണാം അസ്സലാമു അലൈക്കും എന്നൊരു ബോർഡ്. മൂപ്പര് തലാ ചെല്ലില്ല, മൂപ്പർക്ക് അത് ദിക്റില്ല. നമ്മൾ പുറേ ചെല്ലുമ്പോൾ ആ ബോർഡ് വായിച്ചിട്ട് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം നമ്മൾ സലാം അടക്കുക. മൂപ്പര് തലാം ചെല്ലുന്ന ഇപ്പോൾ ആരെ ബോർഡ്. ഇതൊക്കെ വലിയ തഖ്വ എന്നാണ് പിശാചിന്റെ പണി കേട്ടോ. ചിലർ വീട് വാങ്ങിയ ഉടനെ ഹാദാ മിൻ ഫൗലി റബ്ബി, ഏത് ഇതിന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. 4 തട്ടുള്ള വലിയൊരു പുര ഉണ്ടാക്കിയിട്ട്, പുരയിലാകെ 2 ആളാ. എന്നിട്ട് അവിടെ ബോർഡ് വെച്ചു ഹാദാ മിൻ ഫൗലി റബ്ബി. ഖുർആനിലെ ആയത്താ. അത് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്, കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓൾക്ക് മുക്കാലുണ്ടാക്കല പണി. നല്ല ഹരമുള്ള ചിലവർ ആയത്തുൽ കുർസിയൊക്കെ കൊണ്ടുവരും ഗൾഫിൽ നിന്ന്, സൗദിയിൽ നിന്ന്. ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ. മൂപ്പർക്ക് അതും വേണ്ട, മൂപ്പര് പെടലൊന്നും ഉണ്ടാവില്ല. മൂപ്പരെല്ലാവരും കൊടുക്കുക ചെയ്യുക. അതുപോലെ 3-4 മുസല്ല കൊണ്ടുവരും, മൂപ്പർക്ക് വേണ്ട, മൂപ്പര് സ്കേക്കില്ല. എളാമക്ക്, അമ്മായിക്ക്, വയസ്സായത് കുറേ ഉണ്ടാവും, അറ്റികളാ സ്കേക്കല്, അറ്റിക്ക് കൊണ്ടേ കൊടുക്കും. അറ്റിക്ക് സന്തോഷമാണ് അല്ലേ? എൻ്റെ പേരക്കുട്ടി വന്നു, മുസല്ലയാണോ എനിക്ക് കൊണ്ടു തന്നത്. പിന്നെ ചിലവർ ദസ്ബി മാല കണ്ടണകൾ, അത് പിശാചിൻ്റെതാ. കൈകൊണ്ട് തസ്ബീഹ് ചെല്ലുന്നതിന് പകരം ഒരു മാല ഉണ്ടാക്കി കൊടുത്തു പിശാച്. എന്നിട്ട് ടൈമിലാക്കി കളി. ഇങ്ങനെ കളിക്കേണ്ടത് അറബികളെടുത്ത് വരെയുണ്ട്. അറബികൾ കയ്യിൽ ഇതും ഉണ്ടാവും, മറ്റേ കയ്യിൽ കള്ളും ഉണ്ടാവും. ഇതൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. നല്ല തസ്ബീഹാ അല്ലേ? പോട്ടെ. ഇപ്പം നമ്മുടെ വിഷയം, നന്നായി കഴിഞ്ഞ ആളുകളെ, നല്ല മനുഷ്യന്മാരെ പിശാച് പിടികൂടുന്ന ഒരു രംഗമുണ്ട്. അതുകൂടി കേട്ടുള്ളൂ, അത് കേട്ടപ്പോൾ നിർത്താം അല്ലേ? അപ്പം എന്താ അറിയോ, അത് നല്ല മനുഷ്യന്മാർ പറഞ്ഞാൽ നല്ലോണം സദക്കും ദാനധർമ്മമൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. ഓരെ പറ്റി അല്ല പറയാം. സൂറത്ത് നിസായിൽ 38-ാമത്തെ ആയത്തിൽ അല്ല പറയാം, വല്ലദീന യുൻഫിഖൂന അംവാലഹും, നയിച്ചുണ്ടാക്കിയ പൈസ ആളുകൾക്ക് കൊടുക്കുന്നവർ. എങ്ങനെ കൊടുക്കുന്നതിനാ? അള്ളാഹ്ക്ക് വേണ്ടിയില്ല, റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ. മൂപ്പര് നല്ല ധർമ്മിഷ്ഠനാട്ടോ, നല്ല ആചാരാ, എപ്പോഴും കൊടുക്കും. ഏത് പാവങ്ങൾ വന്നാലും ഇന്ന് വരെ മൂപ്പര് ഇല്ല എന്ന് പറഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിട്ട്, അങ്ങനെ അതിനുവേണ്ടി ചെലവാക്കണമുണ്ട്. അതല്ല പറയാം. വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർക്ക് അള്ളാഹിലും വിശ്വാസമില്ല, പരലോകത്തിലും വിശ്വാസമില്ല, ചെലവാക്കും. അതിനാ മുന്തിയ ആളാന്ന് പറയാൻ. ആര് പിരിവിനായാലും കൊടുക്കും. ഏത് സുന്നി ആൽമുള്ള, ജമാഅത്ത് ആൽമുള്ള, മുജാഹിദ് ആൽമുള്ള ഏതോ വന്നാലും ഓർക്കൊക്കെ പിരിവ് കൊടുക്കും. രാഷ്ട്രീയക്കാർക്കും കൊടുക്കും, ഏത് കള്ളന്മാർക്കും കൊടുക്കും, ഏത് സ്പോർട്സിന്റെ ആളുകൾ എന്നാൽ ഓർക്കും കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. കാരണം എന്തിനാ? റിആന്നാസ, ജനങ്ങളെ കാണിക്കാനാണ്. ഓൽക്കെന്തില്ല? വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ല. എന്നിട്ട് അല്ലാഹ് അതിനു ശേഷം അല്ലാഹ് പറയാ, വമൻ യകുനി ശൈത്താൻ, പിശാചിനെ ആരെങ്കിലും ആക്കിയാൽ ലഹു കരീന, അവന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചാണ്ട. ഇത് പിശാചിനെ കൂട്ടുകാരനായി സ്വീകരിച്ചു കൊടുക്കുന്നത് കഴിയുള്ളൂ. ഏത്? ആളുകളെ കാണിക്കാൻ പൈസ ചെലവാക്കുക. ഓന്റെ കൂട്ടുകാരനാരാ? വമൻ യകുനി ശൈത്താൻ ലഹു കരീന
ഫസാഅ ഖരീന, അവന്റെ കൂട്ടുകാരൻ വളരെ മോശമായി പോയി. നരകത്തിൽ ഓനുണ്ടാകുക കൂട്ടുകാരനായിട്ട്. അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ, പിശാചിന്റെ സകല കുതന്ത്രങ്ങളിൽ രക്ഷപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അർഹമുറാഹിമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി വിട പറയാൻ, തഖ്വയോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖും യോഗ്യതയും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.